ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിൽമി മലയാളിയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയിട്ടുള്ള ഡിസ്റ്റോബിയ എന്ന ഒരു അടിപൊളി ത്രില്ലർ മൂവിയാണ്. ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച ഒരു സൈക്കോയുടെ കഥ. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിലോട്ട് അടക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അപ്പനും മകനും മീൻ പിടിച്ചുകൊണ്ടിരിക്കാം. ഇവൻ്റെ പേര് കൈല്. ഇവനാണ് നമ്മുടെ ഹീറോ. മീനെല്ലാം പിടിച്ചതിന് ശേഷം അപ്പനും മോനും ഫോണിൽ അമ്മയോട് സംസാരിച്ച് കാർ എടുത്തു വരുമ്പോൾ മുൻപിൽ പോയിരുന്ന കാർ തിരിച്ചതോടെ വേറൊരു കാറിൽ ഇവരെ വണ്ടിയിൽ ഇടിച്ചു മറിഞ്ഞ് ആ അപകടത്തിൽ കൈലിന് അവൻ്റെ അപ്പൻ നഷ്ടപ്പെടും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരു വർഷത്തിന് ശേഷം ഒരു ക്ലാസ്സിൽ റോണി എന്ന പയ്യൻ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പയ്യൻ, അതായത് നമ്മുടെ കയ്യിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് സാർ അവനെ വിളിച്ച് അവനോട് പ്രസന്റേഷൻ ചെയ്യാൻ പറയും. പക്ഷെ അവൻ വാ പൊളിച്ചു നിൽക്കും. ഇത് കണ്ട് സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അയാൾ അവനെ കണ്ണ് പൊട്ടുന്ന പോലെ ചീത്ത വിളിക്കും. ചീത്ത വിളിക്കുന്ന കൂട്ടത്തില് നീ ഇങ്ങനെ നടന്ന നിന്റെ അപ്പൻ നിന്നെ പറ്റി എന്ത് ചിന്തിക്കണമെന്ന് കേൾക്കും. ഇത് കേട്ട് ടെൻഷനായ ഹീറോ സാറാണെന്ന് പോലും നോക്കാതെ അവന്റെ മോന്തക്കിട്ട് ഒരു കുത്തു കൊടുക്കും. സാറ് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് പ്രിൻസിപ്പാളിന്റെ മുൻപിൽ കംപ്ലൈന്റ് കൊടുക്കാതെ ഡയറക്റ്റ് കോടതിയിലേക്ക് പോകും. ജഡ്ജ് അവന് 3 മാസം ഹൗസ് അറസ്റ്റ് വിധി പറയും. ശേഷം വീട്ടിൽ പോയ അവന്റെ കാലിൽ ഒരു ഡിവൈസ് കിട്ടും. ഡിറ്റക്റ്റീവ് പാർക്കർ ഒരു മോഡം പോലത്തെ ഡിവൈസ് കാണിച്ച് ഇവിടെ നിന്ന് 100 മീറ്ററിന് മുകളിൽ എവിടേക്കെങ്കിലും നീ പോയാൽ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടും, അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയും. ഈ 3 മാസം നീ വീട്ടിൽ നല്ല അനുസരണയുള്ള കുട്ടിയായി അടങ്ങി ഒതുങ്ങി കഴിയും, അതാ നിനക്ക് നല്ലത്. ഈ 3 മാസം എങ്ങനെയാ തള്ളി നീക്കുക എന്ന ഹീറോയ്ക്ക് ഒരു എത്തും പിടിയുമില്ല. അവൻ എല്ലാ പിള്ളേരെ പോലെ പബ്ജി പോലത്തെ ഗെയിം അവൻ്റെ ഫ്രണ്ട് റോണിയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഗെയിമിൻ്റെ കണക്ഷൻ കട്ടാകും. ഉടനെ എന്നാൽ ഇനി TV കാണാമെന്ന് വിചാരിച്ച് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അമ്മ എത്തും. ഡാ ചക്ക, വെറുതെ ഇരിക്കുക, ദേ ഈ മുറിയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കേ. അവൻ്റെ ഒരു TV എന്നും പറഞ്ഞ് TVയുടെ കണക്ഷൻ കട്ടാക്കും. അപ്പോൾ മുൻപ് ഗെയിമിൻ്റെ കണക്ഷൻ എങ്ങനെ കട്ടായതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതോടെ കയ്യിലും മുറി വൃത്തിയാക്കാൻ മാത്രമല്ല തുണി അലക്ക, പാത്രം കഴുകുക എന്ന് വേണ്ട വീട്ടിലെ എല്ലാ പണിയും എടുക്കാൻ തുടങ്ങി. പോരാളിയുടെ മുൻപിൽ മുട്ടി നിൽക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് കയ്യിൽ നല്ല മുടുക്കനായി മാറി. ഒരു ദിവസം അയൽപ്പക്കത്ത് നിന്ന് ഒച്ചയും ബഹളവും കേൾക്കും. എന്താണെന്ന് ഇവൻ എത്തി നോക്കിയാൽ ദേ അവിടെ പുതിയ താമസക്കാർ വന്നിരിക്കുന്നു. നമ്മുടെ ഹീറോയുടെ കണ്ണ് അവിടെ വന്നിരിക്കുന്ന പെണ്ണിലേക്കാ പോകുക. അവൻ അവളെ നോക്കി നിൽക്കുന്ന നേരം വീടിന്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കും. ആരാണെന്ന് ചെന്ന് നോക്കിയാൽ ഒരു ബാഗ് കത്തിക്കൊണ്ടിരിക്കുക. ആ തീ കാലുകൊണ്ട് കെടുത്താൻ ഇവൻ ശ്രമിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഇവൻ ശ്രദ്ധിക്കും. അതായത് ആ ബാഗിൽ നായയുടെ ഷിറ്റാണുള്ളത്. ഏത് വൃത്തികെട്ടവന്റെ പണി ഇതെന്നും വെച്ച് ഹീറോ ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോഴാണ് ഇവനെ നോക്കി ആ ഏരിയയിൽ തന്നെ ഏറ്റവും തല തെറിച്ച ചെക്കന്മാര് എന്ന് പദവി കിട്ടിയ ചെറുക്കന്മാരെ ഇവനെ നോക്കി കൈ വീശി കാണിക്കും. എടാ, നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഇവന്മാരുടെ പിന്നാലെ ഓടും. അവന്റെ കാലിൽ ഡിവൈസ് ഉണ്ടെന്ന കാര്യം അവൻ മറക്കും. 100 മീറ്ററിന് മുകളിൽ പോയതോടെ ഡിവൈസിൽ റെഡ് ലൈറ്റ് കത്തി. ഇത് കണ്ട് ഹീറോ അയ്യോ എന്റെ ദൈവമേ ചതിച്ചല്ലോ എന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഓടി. അവനെത്തി അധികം വൈകാതെ പോലീസും അവനെ തേടി അവിടെ എത്തി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവന് പോലീസ് വാണിംഗ് കൊടുത്ത് അവിടെ നിന്ന് പോകും. ഇപ്പം നമ്മുടെ ഹീറോ വീടിനെ ചുറ്റി എവിടെയൊക്കെ പോയാൽ സിഗ്നൽ കട്ടാകുമെന്ന് കയർ വെച്ച് മാർക്ക് ചെയ്യും. അന്ന് നൈറ്റ് ഹീറോയുടെ അടുത്തേക്ക് അവൻ്റെ ഫ്രണ്ട് റോണി എത്തി. അവൻ വന്ന ഉടനെ ഹീറോ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്ന പെൺകുട്ടിയെ പറ്റി അവനോട് പറയും. അങ്ങനെ രണ്ടാളും ജനൽ വഴി ആ പെൺകുട്ടിയെ തേടുമ്പോൾ അവൾ ദാ സ്വിമ്മിംഗ് പൂളിൽ നീരാടുന്നു. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടെണ്ണം അവളെ നോക്കി നിൽക്കും. അടുത്ത ദിവസം അവൾ വരുന്നതും കണ്ട് ഹീറോ ഒരു നമ്പർ ഇടും. അതായത് ലെറ്റർ ബോക്സിൽ നിന്ന് ലെറ്റർ എടുക്കാൻ കഷ്ടപ്പെടുന്ന പോലെ. ഇത് കണ്ടയുടനെ അതുവഴി വന്ന നമ്മുടെ ഹീറോയിൻ അവൾ വേഗം അവന് അത് എടുത്തു കൊടുക്കും. ഇവനും താങ്ക്സ് പറഞ്ഞ് അവളുടെ പേര് കേൾക്കും. എൻ്റെ പേര് ആഷ്ലി, എൻ്റെ പേര് കെയിൽ. അങ്ങനെ 2 കൂട്ടരും പരിചയപ്പെടും. അന്ന് രാത്രി ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു കാറിന്റെ ശബ്ദം കേൾക്കും. എന്താണെന്ന് ജനൽ വഴി എത്തി നോക്കിയാൽ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്ന ടേണർ എന്ന ആൾ അയാളുടെ കാറിൽ വന്നിറങ്ങിയതാ. അവൻ അവൻ്റെ കയ്യിലുള്ള ബൈനോക്കുലർ വെച്ച് മൊത്തത്തിലൊന്ന് വീക്ഷിക്കും. കാറിന്റെ അവിടെയുടെയൊക്കെ നിറയെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കി നിൽക്കുന്ന നേരം പെട്ടെന്ന് ആരോ ഇവന്റെ ഷോൾഡറിൽ കൈവയ്ക്കും. ആരാണെന്ന് നോക്കിയാൽ ഹീറോയുടെ അമ്മ. ഡാ ചെറുക്ക, എന്താടാ ഉറങ്ങാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നേ, പോയി കിടന്നുറങ്ങടാ. അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ വുമൺ മിസ്സിംഗ് എന്ന ന്യൂസ് വന്നിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും നമ്മുടെ കഥ തുടങ്ങാൻ പോകുന്നത്. കെയ്ൻ മതിലിന്റെ ഗ്യാപ്പിലൂടെ ടേണറിനെ വീക്ഷിക്കും. നിന്നെ ഞാൻ വിടില്ല, ദാ ഞാൻ നിന്നെ പിടിച്ചേ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ആരിനെ അയാൾ പിടിച്ചതെന്ന് നോക്കിയാൽ അതൊരു മൊയല. മൊയലിന്റെ അടുത്ത് ഇത്ര നേരം അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. നെക്സ്റ്റ് സീനിൽ ഹീറോ ബൈനോക്കുലർ വെച്ച് പുറത്തെ കാര്യങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. റോണി തൊട്ടപ്പുറത്തിരുന്ന് ആ കേസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കൊടുക്കുന്നുണ്ട്. 3 വർഷം മുൻപ് മറ്റൊരു സിറ്റിയിൽ ഇതുപോലെ സ്ത്രീകളെ കാണാതാവുകയും ഇതിനെല്ലാം കാരണക്കാരനായ കില്ലറുടെ വീട്ടിൽ നിന്ന് 7 ബോഡി കണ്ടെത്തുകയും ചെയ്തു.
പോലീസ് ഇതെല്ലാം കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും കില്ലർ അവിടുന്ന് എസ്കേപ്പായി. ഇന്ന് ഈ നിമിഷം വരെയും അയാളെ പറ്റി യാതൊരു അറിവുമില്ല. ഈ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ കുളിക്കാൻ വരുന്ന സമയമായെന്ന് രണ്ടാളും ഓർക്കുക. ഉടനെ രണ്ടാളും ജനൽ വഴി അവളെ എത്തി നോക്കും. ഇവർ എത്തി നോക്കുന്നത് അവളും കാണും. ഇതോടെ രണ്ടുപേർക്കും ആകെ നടക്കലായി. അയ്യേ, മോശം മോശം മോശം. ഇതേ നേരം ടിങ് ടോങ് കോളിംഗ് ബെൽ ആരോ അടിക്കും. അത് മറ്റാരല്ല, ആഷ്ലിയാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നു. അവൾ നേരെ അവന്റെ മുറിയിൽ കയറി ബൈനോക്കുലർ എടുത്ത് ഇതെന്തിനാന്ന് കേൾക്കും. അത് എന്റെ വീടിന്റെ എതിർവശത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾ. അയാൾ ഫുള്ള് നെഗറ്റീവ് വൈബുള്ള ആളാ. അയാളെ വാച്ച് ചെയ്യാനായിട്ടാ. ഇത് കേട്ടതോടെ നമ്മുടെ ഹീറോയിനും ഇവർ രണ്ടാളുടെ കൂടെ കൂടി. അയാൾ വരുന്ന നോക്കി ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഒരുങ്ങിയിരിക്കും. ഇന്നിതാ അയാൾ മറ്റൊരു കാറിലാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഒരു പെണ്ണും കൂടിയുണ്ട്. അവൾ ഇവന്റെ കൂടെ ക്ലബിൽ നിന്ന് വന്നതാ. അവർ അകത്ത് കയറിയ ഉടനെ ഇവർ ക്യാമറ വഴി അവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും. ഇന്നേരം അയാൾ ഒരു കത്തിയെടുത്തു. ഇതോടെ ഇവരെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അയാൾ ഇനി എന്തിനുള്ള പുറപ്പാടാണാവോ? കത്തി അങ്ങ് ഉയർത്തിപ്പിടിച്ച് അവളുടെ ഡ്രസ്സിലെ ടാഗ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യേ, ഇതിനാണോ അയാൾ കത്തിയെടുത്തത്? ഇതേ സമയം ആഷ്ലിയുടെ അമ്മ ഫോൺ വിളിച്ച് അവൾ വീട്ടിലേക്ക് പോകും. പിന്നാലെ റോണിയും പോകും. ഹീറോ പിന്നെയും ബൈനോക്കുലർ എടുത്തു വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഈ ഏരിയയിലെ തലതെറിച്ച ചെറുക്കന്മാരില്ലേ, അവന്മാര് അവരുടെ വീട്ടിൽ ആരും അറിയാതെ പോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അമ്പമ്പോ, അമ്മ വരുന്നത് മനസ്സിലാക്കിയ ഉടനെ കാർട്ടൂൺ ചാനൽ വെക്കും. ഇതെല്ലാം കണ്ട് കെയിൽ നിൽക്കുന്ന സമയം ടേണറുടെ വീട്ടിൽ നിന്ന് ഹെൽപ്പ് മീ എന്ന് ഒരു പെണ്ണ് പറഞ്ഞ് കരയുന്ന പോലെ ഇവന് തോന്നും. ഉടനെ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ അറിയാതെ ഫ്ലാഷ് അടിക്കും. ഇതോടെ കെയിൽ പേടിച്ച് താഴെ ഒളിഞ്ഞിരിക്കും. ഒരു സെക്കൻഡിന് ശേഷം ക്യാമറ അവിടെ വെച്ച് ബൈനോക്കുലർ എടുത്ത് ടേണറിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ടേണർ ആ ജനലിന്റെ അവിടെ നിന്ന് ഇവനെ നോക്കും. ഇവന്റെ നെഞ്ചങ്ങ് കത്തിപ്പടരും. ഇതേ ടൈമിൽ റോണി അവനെ ഫോൺ വിളിക്കും. ഹലോ, എടാ റോണി, നേരത്തെ അയാളുടെ വീട്ടിലേക്ക് വന്ന പെണ്ണില്ലേ, സഹായിക്കെന്ന് പറഞ്ഞ് വീട് ഫുള്ള് വെപ്രാളപ്പെട്ട് ഓടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫായി. നമ്മൾ സംശയിച്ച പോലെ ടേണറെങ്ങാനും അവൾ കൊന്നിട്ടുണ്ടാകോ? ഇവൻ റോണിയോട് ഇതേപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് മറ്റൊരു ശബ്ദം കേൾക്കും. എന്താണെന്ന് എത്തി നോക്കിയാൽ ആ പെണ്ണ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കാറിൽ കയറിപ്പോകും. അവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത ദിവസം ടേണർ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് വരും. ഇയാളെ കണ്ടയുടനെ കെയിൽ പേടിച്ച് കത്തിയെടുക്കും. ഇതേ സമയം അവന്റെ അമ്മ അവിടേക്ക് എത്തി. അമ്മയുടെ ടേണർ വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുക. ഇതെല്ലാം കേട്ട് ഹീറോയ്ക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആകും. ഉടനടി ഇവൻ മുകളിൽ പോയി ആഷ്ലിന്റെ അടുത്ത് അവൾ പോയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങൾ പറയും. എടി, എനിക്ക് ആകെ തല വെട്ടുന്നുണ്ട്. അയാൾ ശരിക്കും കില്ലർ തന്നെയാണോ? ആകെ ഒരു ഡൗട്ട്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നിനക്ക് ചുമ്മാ തോന്നുന്നതാണെന്നാ. നീ കാരണം ഞങ്ങളും അയാളെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ പോവാ, എന്റെ വീട്ടിൽ ഇന്നൊരു പാർട്ടിയുണ്ട്. ശരി കെയിൽ, ബായ്. അന്ന് നൈറ്റ് ആഷ്ലിയുടെ വീട്ടിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ചെക്കൻ ബൈനോക്കുലർ ഉപയോഗിച്ച് ജനൽ വഴി അതെല്ലാം വാച്ച് ചെയ്യും. അവർ എൻജോയ് ചെയ്യുന്നത് കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര കോപം വരും. കാരണം ഇവനെ കൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ലല്ലോ. കുശുമ്പും അസൂയൊക്കെ മൂത്ത് ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു സ്പീക്കർ എടുത്തു വെച്ച് അതിൽ നല്ല ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. ഐ ആം എ ഡിസ്കോ ഡാൻസർ. ഇവൻ ഈ പാട്ട് വെക്കുന്ന കാരണം ഇവരുടെ ഈ പാർട്ടിയുടെ ഫ്ലോ അങ്ങ് വിട്ടുപോകും. ഉടനെ ആഷ്ലി അവിടേക്ക് എത്തി കെയിലിനെ ചറ പറന്ന് ചീത്ത വിളിച്ചിട്ട് പോയി. ഇതേ സമയം നമ്മുടെ ടേണറിനെ കാണിക്കുന്നുണ്ട്. അവൻ ബ്ലൂ കളർ ബാഗിൽ രക്തക്കറയോടെ എന്തോന്ന് കെട്ടിമൂടി ഗാരേജിലേക്ക് എടുത്തു കൊണ്ടുപോകും. അടുത്ത ദിവസം ഹീറോ അവൻ ഓരോ ദിവസം ചെല്ലും തോറും ടേണറിന്റെ മീതെയുള്ള സംശയം ഇരട്ടിച്ചുകൊണ്ടിരിക്കുക. കെയിൽ അവന്റെ ഫ്രണ്ട് റോണിയെ ടേണറിന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കാറിൽ നിന്ന് കീ കോഡ് എടുക്കാൻ പറഞ്ഞയക്കും. ഇന്നേരം ടേണർ അവിടെ ഇല്ല. അയാൾ ഷോപ്പിങ്ങിന് പോയേക്കാം. നോട്ട് ദ പോയിന്റ്. നമ്മുടെ ആഷ്ലി കെയിലിന്റെ നിർദ്ദേശപ്രകാരം ഷോപ്പിങ്ങിന് പോയിരിക്കുന്ന ടേണറെ ഫോളോ ചെയ്ത് അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹീറോയ്ക്ക് വിളിച്ചു പറയും. ആഷ്ലി ഹീറോയുടെ അടുത്ത് ടേണർ നീക്കങ്ങൾ പറയുന്ന സമയം ഹീറോ റോണിയെ വിളിച്ച് ടേണർ വന്നോ വന്നില്ലേ, ഏകദേശം ഏത് സമയത്ത് എത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു പ്രശ്നം വന്നത്, അതായത് ആഷ്ലിയുടെ പഴയകാല ഫ്രണ്ടിനെ അവിടെ വെച്ച് കാണും. ഇതോടെ ടേണറുടെ മീതെ ഉണ്ടായിരുന്ന അവളുടെ ശ്രദ്ധ അങ്ങ് തെറ്റും. അയാൾ മിസ്സാകും. വേഗം ആഷ്ലി ഫ്രണ്ടിനോട് ഹായ് ബൈ പറഞ്ഞ് കാറിൽ കയറി ഇതേപ്പറ്റി കെയിലിനോട് സംസാരിക്കുന്നതിനിടയിൽ ഇവളുടെ കാറിന്റെ മുൻപിൽ ടേണർ പ്രത്യക്ഷപ്പെടും. ഇവൾ അയാളെ കണ്ടൊന്ന് ഞെട്ടും. അയാൾ ഇവളുടെ സൈഡിൽ വന്നു നിന്ന് കാർ കീ ഊരിയെടുത്ത്, മോളെ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരാതെ, അത് നിങ്ങൾക്ക് തന്നെ ആപത്താ. ഇപ്പുറത്ത് റോണി കാറിൽ നിന്ന് ഗാരേജിന്റെ കോഡ് മനസ്സിലാക്കി പുറത്തിറങ്ങി. അന്ന് നൈറ്റ് ഹീറോ റോണിയെ കൊണ്ട് ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കും. വീട് ഉണ്ടാക്കിയ സമയത്ത് അവിടെ അങ്ങനെ ഒരു ഗാരേജ് ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിലേക്ക് അയാൾ മാറിയതിനു ശേഷം അതുണ്ടാക്കിയത്. ഇവൻ ഈ ബ്ലൂ പ്രിന്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം അവിടേക്ക് റോണി ഓടിക്കിതച്ചു വരും. അവൻ കാറിൽ നിന്ന് ഗാരേജിന്റെ കീ കോഡ് എടുക്കുന്ന സമയം അവന്റെ ഫോണ് കാറിൽ വെച്ച് മറന്നു. എടാ, അതെങ്ങാനോ അയാളുടെ കയ്യിൽ കിട്ടിയ എന്റെ പണി കഴിക്കും. നീ വിഷമിക്കാതെ, ഞാൻ പറയുന്ന കാര്യം ചെയ്യേ.
നിനക്ക് ഫോണും കിട്ടും, എനിക്ക് ആവശ്യമായ ഫുട്ടേജും ലഭിക്കും. അങ്ങനെ ഹീറോ ഉണ്ടാക്കിയ ഒരു വയർലെസ് ക്യാമറ സെറ്റാക്കി റോണി ഗാരേജിനുള്ളിലേക്ക് പറഞ്ഞയക്കും. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഹീറോ മോണിറ്റർ വഴി കാണും. അയാൾ ബ്ലൂ കളർ ബാഗിൽ എന്തിനാ കൊണ്ടുവന്നെന്ന് നോക്കാൻ റോണിയോട് പറയും. ഇവിടെ കെയിൽ ബൈനോക്കുലർ യൂസ് ചെയ്ത് ടേണർ എങ്ങാനും ഗാരേജിൻ്റെ അവിടേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യും. ഗാരേജിനുള്ളിൽ കയറിയ റോണി അവിടെയുള്ള എല്ലാ കാര്യവും റെക്കോർഡും ചെയ്യും. ഫൂട്ടേജ് അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. ബ്ലൂ കളർ ബാഗിൽ എന്താണെന്ന് റോണി തുറന്നു നോക്കാൻ വരുമ്പോഴേക്കും ഗാരേജിന്റെ ഷട്ടർ തനിയെ അടയും. അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ഗാരേജിൽ ആരോ കയറി വിവരം മനസ്സിലായെന്നല്ലേ. റോണി ആണെങ്കിൽ കെയിലിനോട് എനിക്ക് പേടിയായിട്ട് വയ്യ, എനിക്ക് ആരോ വരുന്ന പോലെ തോന്നുന്നു, എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗാരേജിന്റെ ഉള്ളിൽ നിന്ന് ആ വീട്ടിലേക്ക് ഓടി. ഇവൻ വെപ്രാളപ്പെട്ട് ഓടുന്നതെല്ലാം വീഡിയോയിൽ കാണാനുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ പതുക്കെ താഴെ വീഴും. ഇതോടെ വീഡിയോ കട്ടാകും. അപകടം മനസ്സിലാക്കിയ ഹീറോ കാലിലുള്ള ഡിവൈസിനെ പറ്റിയും പോലീസുകാരെ പറ്റിയൊന്നും ചിന്തിക്കാതെ തൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ കയ്യിൽ ബേസ്മെന്റ് ബാറ്റും എടുത്ത് ടേണറിന്റെ വീട്ടിലേക്ക് പായും. ഇവൻ അവിടെ എത്തി അധികം വൈകാതെ 100 മീറ്ററിന്റെ മുകളിൽ ഇവൻ പോയെന്ന് മനസ്സിലാക്കി പോലീസും എത്തും. സർ എന്നെ ഒന്നും ചെയ്യാതെ പ്ലീസ്. ഇതേ സമയം ഒന്നും അറിയാത്ത ഒരു പാവത്തെ പോലെ ടേണർ പുറത്തേക്ക് വരും. സർ, നിങ്ങൾ എനിക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും തന്നോളൂ. അതിനു മുൻപ് ദേ ഈ നിൽക്കുന്നവന്റെ ഗാരേജ് പരിശോധിച്ച് നോക്ക്. അതിനുള്ള രഹസ്യം അറിയാനാ ഞാൻ ഇത്ര ദൂരം വന്നത്. എൻ്റെ ഫ്രണ്ട് അവൻ ഈ വീടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇയാളൊരു ക്രിമിനലാ, കൊടും ക്രിമിനല്. ഇവൻ ഇത് തന്നെ തറപ്പിച്ച് പറയുന്നത് കേട്ട് പോലീസ് ഗാരേജ് ചെക്ക് ചെയ്യും. അവിടെ ഇരിക്കുന്ന ബ്ലൂ കളർ ബാഗ്, അതിൽ നിറയെ രക്തക്കറയുണ്ട്. ഇന്നേരം പോലീസുകാർക്ക് സംശയം തോന്നി അത് ഓപ്പൺ ചെയ്ത് നോക്കും. വേറൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു മാൻ്റെ ബോഡിയാ. ഇതേപ്പറ്റി പോലീസുകാർ അയാളോട് കേൾക്കുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ അറിയാതെ മാനിനെ തട്ടി അതാണെങ്കിൽ ചത്തും പോയി. അതിനെ കൊണ്ടുവന്ന നാളെ കുഴിയെടുത്ത് മൂടാന്ന് വിചാരിച്ചു. അതാ അതിനെ കെട്ടിവെച്ചിരിക്കുന്നത്. അയ്യോ സാർ, അവൻ നുണ പറയാ, നല്ല കല്ല് വെച്ച നുണ. പക്ഷെ ഇവർ ആരും ഇവന്റെ വാക്ക് ചെവി കൊള്ളില്ല. നോക്ക്, നിനക്കിതിപ്പോ 2ാമത്തെ വാണിങ്ങാ. നാളെ രാവിലെ എന്തായാലും നീ കോർട്ടിലേക്ക് വരണം ജഡ്ജിയെ കാണാൻ. അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ദേ, അയാളെങ്ങാനും എൻ്റെ വീട് ആക്രമിക്കാൻ നോക്കിയെന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താലുണ്ടല്ലോ, മോനി ഇപ്പൊ കിട്ടിയ ശിക്ഷയേക്കാളും ഇരട്ടി ശിക്ഷ ലഭിക്കും. ഇതെല്ലാം കേട്ടതിന് ശേഷം അവൻ നേരെ മുറിയിലേക്ക് ചെല്ലും. ഇപ്പൊ മൊബൈലിൽ TV നോക്ക് എന്ന് റോണിയുടെ മെസ്സേജ് വരും. മോണിറ്റർ നോക്കിയാൽ റോണി മരിച്ചു കിടക്കുന്ന ഒരു പിക്ക്. ചിത്രം കണ്ടിട്ട് റോണി ഏതോ കബോർഡിൽ കിടക്കുന്ന പോലെ ഹീറോയ്ക്ക് തോന്നും. ഉടനെ അവൻ അവന്റെ മുറിയിലെ കബോർഡ് തുറന്നു നോക്കും. അതിനുള്ളിൽ റോണിയുടെ ശവശരീരം. തനിക്ക് വേണ്ടി അവന്റെ ജീവൻ തന്നെ കളഞ്ഞല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ട് അവനെ തൊടാൻ പോകുമ്പോൾ ഠോ എന്നും പറഞ്ഞ് അവൻ കയ്യിലെ പേടിപ്പിക്കും. റോണി നമ്മുടെ ഹീറോയെ ഒന്ന് പ്രാങ്ക് ചെയ്താ. എടാ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ നേരമാണത്. എടാ, ഞാൻ ആ സമയത്ത് പുറത്തു വന്നിരുന്ന പോലീസിന്റെ കയ്യിൽ പെട്ടനാ. അതാ ഇവിടെ വന്ന് വിളിച്ചത്. ഇപ്പുറത്തെ ഹീറോയുടെ അമ്മ ടേണറിന്റെ അടുത്ത് തന്റെ മകൻ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിന് മാപ്പ് ചോദിക്കാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പുറത്തെ കെയില് റോണി കൊണ്ടുവന്ന ടേപ്പ് പ്ലേ ചെയ്ത് നോക്കി. അതിൽ നമ്മുടെ റോണി ചെക്കൻ വീട്ടിലേക്ക് എൻട്രി അടിച്ച് പേടിച്ചോടുമ്പോൾ ഒരു സ്ഥലത്ത് പതുക്കൊന്ന് വീഴില്ലേ, അതിന്റെ തൊട്ട് സൈഡിൽ എന്തോ ഒരു രൂപം ഹീറോ കാണും. അവൻ ആ ഭാഗം ഒന്നും കൂടി പ്ലേ ചെയ്ത് സൂം ചെയ്ത് നോക്കും. അത് വേറെ ആരുമല്ല, ടേണറിന്റെ കൂടെ അന്നൊരു ദിവസം കാറിൽ രാത്രി വന്നിറങ്ങിയ പെണ്ണ. അവളയാൾ വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുക. ഇതൊന്നും റോണി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് റോണിയോട് പറയാൻ റോണി എന്ന് ഇവൻ കുറേ വിളിക്കും. അപ്പോഴേക്കും ആ സൈക്കോ ടേണർ മാപ്പ് ചോദിക്കാൻ പോയ ഇവന്റെ അമ്മയെ അട്ടിച്ചൊതുക്കി അവിടെ കെട്ടിപ്പൊട്ടിയിട്ട് ഇവിടെ വന്ന് റോണിയെ കൊല്ലും. ഹീറോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കും. എങ്ങനെങ്കിലും 100 മീറ്ററിന് മുകളിൽ പോയാൽ പോലീസുകാർ ഇവൻ അന്വേഷിച്ചു വരും. അതുവഴി ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. പക്ഷെ അയാളുടെ സർവ്വശക്തി എടുത്ത് അവനെ ബോർഡർ കടന്നു പോകാൻ സമ്മതിക്കില്ല. അവിടെ സീൻ കട്ട് ചെയ്താൽ ടേണർ ഹീറോയെ അവന്റെ വീട്ടിൽ തന്നെ കെട്ടിവെച്ചു. കെയിൽ കഷ്ടപ്പെട്ട് എടുത്തു വെച്ച വീഡിയോസ് എല്ലാം ടേണർ നശിപ്പിക്കും. നീ എന്താടാ എന്നെക്കുറിച്ച് കരുതിയത്? നീയൊന്നും എൻ്റെ മുൻപിൽ മുട്ടി നിൽക്കാറായിട്ടില്ല. നീയൊക്കെ മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും. നിന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അതെനിക്ക് വേണ്ട, നീ വെച്ചോ. ഒരു കാര്യം ചെയ്യേ, നീ ഒരു ലെറ്റർ എഴുത്. കെയിൽ എന്ന ഞാൻ സ്നേഹിക്കുന്ന ആഷ്ലി എന്ന എൻ്റെ ലവറെ എൻ്റെ ഉറ്റ സുഹൃത്തായ റോണി വളച്ചെടുത്തു. അതുകൊണ്ട് അവൻ്റെ കഥ ഞാൻ കഴിച്ചു. അയ്യോ, നിന്റെ അമ്മയെ ഞാൻ വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. അവളെയും ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊല്ലും. ആ ക്രെഡിറ്റും എനിക്ക് വേണ്ട, അതും നീ എടുത്തോ. അമ്മ എപ്പോഴും വഴക്ക് പറയുന്ന കാരണം അവളെയും ഞാൻ കൊന്നു എന്ന് കെയിൽ. എഴുതടാ. ഇപ്പൊ ആരുടെയോ കുരുത്തം കൊണ്ട് ഹീറോയിൻ അവിടേക്ക് എത്തി. ഇവളുടെ മീതെ ടേണറിന്റെ ശ്രദ്ധ തിരിഞ്ഞതോടെ ആ ഗ്യാപ്പിൽ ഹീറോ അവിടുന്ന് സ്കൂട്ടായി. ഒപ്പം ഹീറോയിനും. അവൾ അവന്റെ കയ്യിലും കാലിലും കെട്ടയച്ച് രണ്ടും ജീവനും കൊണ്ട് 100 മീറ്ററും കഴിഞ്ഞ് ഹീറോയിന്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി. ഇതോടെ അലം അടിക്കാൻ ആരംഭിച്ചു.
ഉടനെ പോലീസുകാരനെ കാര്യം പിടികിട്ടും. ചെക്കൻ വീണ്ടും കുരുത്തക്കേട് കാണിച്ചു വന്നത്. പക്ഷെ പോലീസുകാരൻ ടീ കുടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അവൻ 100 മീറ്ററിന് മുകളിൽ പോയി. എന്നാൽ പിന്നെ ഈ ടീ കുടിച്ചിട്ട് അവനെ പോയി നോക്കാം എന്ന പ്ലാനിലാണ് പോലീസുകാരൻ നിൽക്കുന്നത്. ഇവിടെ ഹീറോയും ഹീറോയിനും വേറൊരു പ്ലാൻ സെറ്റാക്കും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ശരിയാവില്ല. നീ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പോയി എൻ്റെ അമ്മയെ അയാളുടെ കെണിയിൽ നിന്ന് രക്ഷിച്ചിട്ട് വരാം. അങ്ങനെ ഹീറോ കില്ലറിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. വീഡിയോയിൽ എവിടെയാണോ ബോഡി കണ്ടത് അതിൻ്റെ ഒരു ഓരത്ത് ചുമരിൽ കമ്പി പിടിപ്പിച്ച് ഒരു കുഞ്ഞു വാതിൽ പോലെ ഒരു സംഭവമുണ്ട്. ആ കമ്പി എടുത്തു മാറ്റി അതിലേക്ക് എത്തി നോക്കുമ്പോൾ അതിൽ നിറയെ ശവശരീരങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്നു. ആ മുറിയുടെ ഏത് സൈഡിലേക്ക് നോക്കിയാലും സ്ത്രീകളുടെ അഴുകിയ ജഡങ്ങളാണുള്ളത്. അവിടെ പക്ഷേ ഹീറോയുടെ അമ്മയില്ല. അപ്പോൾ അമ്മയെ എവിടെയായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക എന്ന് വെച്ച് അവൻ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കും. അങ്ങനെ തേടി തേടി അയാളുടെ സീക്രട്ട് റൂം അവൻ കണ്ടെത്തും. ഇന്നേരം അതിനുള്ളിലേക്ക് ഹീറോ പ്രവേശിക്കുമ്പോൾ അവിടെ മുൻപ് ടേണറുടെ കൂടെ നൈറ്റ് കാറിൽ വന്നിറങ്ങിയ പെണ്ണിന്റെ തിങ്സ് എല്ലാം ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ ഒരു വിഗും. ഇതുവരെ നടന്നതും കണ്ടതുമായ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ അന്ന് നൈറ്റ് ആ പെണ്ണിന് പകരം ടേണർ തന്നെയാ വിഗെല്ലാം വെച്ച് ആ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി കാറെടുത്ത് പുറത്തേക്ക് പോയത്. എന്തിന്? നമ്മുടെ ഹീറോ ഇവനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവനിട്ട് ഒരു പണി കൊടുക്കാൻ. കെയിൽ വീണ്ടും മുൻപോട്ട് നടന്നു നീങ്ങിയപ്പോൾ താഴേക്ക് ഒരു മരത്തിന്റെ കോണിപ്പടി. അതിറങ്ങി അവിടെ ചെല്ലുമ്പോൾ അവിടെയും നിറയെ സ്ത്രീകളുടെ ശവശരീരങ്ങൾ. ടേണർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ പരിപാടി. ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ ചായകുടിയെല്ലാം കഴിഞ്ഞ് ഹീറോ ഈ ലൊക്കേഷനിലുണ്ടെന്ന് മനസ്സിലാക്കി ടേണറിന്റെ വീട്ടിലേക്ക് വരും. ഇതേ സമയം അവിടേക്ക് എത്തിയ കില്ലർ ആ പോലീസുകാരന്റെ കഴുത്ത് ഒറ്റ തിരിക്കല. ഇതോടെ അയാൾ ക്ലോസ്. ഇപ്പുറത്ത് ഈ നേരം കൊണ്ട് ഹീറോ അവന്റെ അമ്മയെ തേടി കണ്ടെത്തും. അതേ നേരം കില്ലർ പോലീസുകാരന്റെ കഥ കഴിച്ച് അവിടേക്കെത്തി. ഇന്നേരം അയാൾ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഹീറോയുടെ മുതുകിൽ ഒരു കുത്തു കൊടുക്കും. ഇത് കണ്ട കെയിലിന്റെ അമ്മ താഴെ കിടന്നിരുന്ന കത്തിയെടുത്ത് കില്ലറിന്റെ കാലിൽ ചക്കെന്ന് കുത്തിയിറക്കി. അങ്ങനെ അവിടെ മൊത്തത്തിൽ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കും. ഇതിന്റെ ഇടയിൽ ഹീറോ അവന്റെ കയ്യിൽ കിട്ടിയ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക എടുത്ത് ചക്കെന്ന് അരിഞ്ഞ് ടേണറിന്റെ കഥ അങ്ങ് തീർക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത ദിവസം കാലത്ത് ഹീറോ ചെയ്ത ധീരപ്രവൃത്തികൾക്ക് ഹൗസ് അറസ്റ്റ് എന്ന ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കും. ഏത് ഓഫീസറാണോ ഹീറോയുടെ കാലിൽ GPS ട്രാക്ക് ഘടിപ്പിച്ചത് ആ ഓഫീസർ തന്നെ അത് അഴിച്ചു മാറ്റുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോ കുറേ കാലങ്ങൾക്ക് ശേഷം ശരിക്കും പുറലോകം കണ്ടു എന്ന് പറയാം. ഇതോടെ സിനിമ അവസാനിച്ചിട്ടില്ല. ആഷ്ലി ഇപ്പോഴും ഹീറോയുടെ കൂടെ ചേർന്ന് ബൈനോക്കുലർ വെച്ച് ഓപ്പോസിറ്റ് വീട്ടിൽ താമസിക്കുന്ന ആ തലതെറിച്ച ചെക്കന്മാരില്ലേ അവന്മാരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അവന്മാരെ നമ്മുടെ ടീം ചുമ്മാ വിടോ? അവർ ഇപ്പോൾ നല്ല വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാം. ഈ സമയം അവരുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത്, ഹലോ മാഡം, കൺഗ്രാറ്റുലേഷൻ, ഞങ്ങൾ ബ്ലൂ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വിളിക്കാം. ഞങ്ങൾ TV യിൽ ടെലികാസ്റ്റ് ചെയ്ത പടങ്ങളെല്ലാം അധികം കണ്ടതും നിങ്ങളുടെ ഐഡിയയിൽ നിന്നാണ്. ദാ ഇപ്പോഴും കൂടി നിങ്ങൾ ഓൺലൈൻ തന്നെയാണല്ലോ ഉള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഇത് കേട്ട് അവൾക്ക് കാര്യം പിടികിട്ടും. കാരണം ഇപ്പോൾ അവളെ TV കണ്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ മക്കളാണ്. ഉടനെ അവന്മാരുടെ അടുത്ത് പോയി വേണ്ട വിധത്തിൽ അവൾ അവരെ കൈകാര്യം ചെയ്യും. ഇവിടെ ഇപ്പോൾ ഞാനൊരു ടെസ്റ്റ് പൊട്ടിക്കാൻ പോകാം. ഹീറോയുടെ വീട്ടിലേക്ക് വന്ന കില്ലർ റോണിയെ കൊന്നല്ലേ നമ്മൾ വിചാരിച്ചത്. നമ്മൾ മാത്രമല്ല, ടേണറും അങ്ങനെ തന്നെ കരുതിയത്. പക്ഷെ അവൻ മരിച്ചിട്ടുണ്ടാകില്ല. ഇപ്പോൾ റോണി സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ ഹീറോയുടെയും ഹീറോയിൻ്റെയും സന്തോഷ നിമിഷങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.